ഞാനൊരു സാംസ്കാരിക ക്രിസ്ത്യാനിയാണെന്നും ബ്രിട്ടനിൽ റമദാന്റെ ഭാഗമായി വിളക്കുകൾ തൂക്കിയതിനെ എതിർക്കുന്നതായും പ്രശസ്ത യുക്തിവാദിയും പരിണാമ ജീവശാസ്ത്രജ്ഞനുമായ റിച്ചാർഡ് ഡോക്കിൻസ് സ്വകാര്യ ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഈസ്റ്റർ ആഘോഷത്തോടൊപ്പമാണ് ഓക്സ്ഫോർഡ് സ്ട്രീറ്റിൽ റമദാനിന്റെ ഭാഗമായി 3 ലക്ഷം വിളക്കുകൾ ലണ്ടൻ മേയർ സാദിഖ് ഖാന്റെ നേതൃത്വത്തിൽ തെളിയിച്ചത്. റമദാന് കൂടുതൽ പ്രാധാന്യം നൽകുന്നുവെന്ന് കേൾക്കുമ്പോൾ ഭയപ്പെടുകയാണ്. നമ്മളൊരു ക്രിസ്ത്യൻ രാജ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. സ്ഥിതിവിവര കണക്കനുസരിച്ച് യഥാർത്ഥത്തിൽ ക്രിസ്തുമതത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ എണ്ണം കുറയുകയാണ് എന്നത് ശരിയാണ്. അതിൽ ഞാൻ സന്തുഷ്ടനുമാണ്. എന്നാൽ നമ്മുടെ എല്ലാ കത്തീഡ്രലുകളും മനോഹരമായ ഇടവക പള്ളികളും നഷ്ടപ്പെടുന്നതിൽ ഞാൻ സന്തോഷവാനല്ല. അതിനാൽ ഞാൻ എന്നെ ഒരു സാംസ്കാരിക ക്രിസ്ത്യാനിയായി കണക്കാക്കുന്നു. നമ്മൾ ഏതെങ്കിലും ബദൽ മതം മാറ്റി സ്ഥാപിച്ചാൽ അത് പ്രശ്നമാകുമെന്ന് ഞാൻ കരുതുന്നു. അത് ശരിക്കും ഭയാനകമായിരിക്കും, ഡോക്കിൻസ് അഭിമുഖത്തിൽ പറഞ്ഞു. ഇസ്ലാമിന്റെയും ഹദീസിന്റെയും ഖുറാനിന്റെയും സിദ്ധാന്തങ്ങൾ അടിസ്ഥാനപരമായി സ്ത്രീകളോടുള്ള വിരോധമാണ്. സ്വവർഗാനുരാഗികളോടും വിരോധമുണ്ട്. ക്രിസ്ത്യൻ വിശ്വാസത്തിന്റെ ഒരു വാക്ക് പോലും ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിലും സാംസ്കാരികമായി ഒരു ക്രിസ്ത്യൻ രാജ്യത്ത് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തുമതമോ ഇസ്ലാമോ തെരഞ്ഞെടുക്കേണ്ടി വന്നാൽ ഓരോ തവണയും ഞാൻ ക്രിസ്തുമതം തന്നെ തെരഞ്ഞെടുക്കും, ഡോക്കിൻസ് കൂട്ടിച്ചേർത്തു. ഇസ്ലാം ഒരു മാന്യമായ മതമല്ല എന്നാണ് ഡോക്കിൻസിന്റെ വാദം. ഓരോ മുസ്ലിമിനെയും കുറിച്ചല്ല താൻ പറയുന്നതെന്നും ഇസ്ലാമിലെ ഹദീസും ഖുറാനും അടിസ്ഥാനപരമായി സ്ത്രീകളെ വില കുറച്ചു കാണുന്നു എന്നതാണ് തന്റെ നിഗമനത്തിന് കാരണമെന്നും അദ്ദേഹം പറയുന്നു. നേരത്തെ ചർച്ചിലെ പള്ളിമണികൾ മുഴങ്ങുന്നത് കേൾക്കാൻ ഇഷ്ടമാണെന്നും എന്നാൽ പള്ളിയിൽ നിന്നുള്ള ബാങ്ക് വിളി അരോചകമാണെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചിരുന്നു. ദി ഗോഡ് ഡിലൂഷൻ അടക്കമുള്ള ഗ്രന്ഥങ്ങൾ രചിച്ചയാളാണ് റിച്ചാർഡ് ഡോക്കിൻസ്. ഈ പുസ്തകം ഏറെ വിവാദം സൃഷ്ടിക്കുകയും ചെയ്തു. ദൈവം എന്നത് സങ്കല്പം മാത്രമാണെന്നും ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നത് ഒരുതരം മാനസിക രോഗമാണെന്നുമാണ് പുസ്തകത്തിൽ ഡോക്കിൻസ് വിശേഷിപ്പിച്ചത്.